തെരുവുനായ നിയന്ത്രണത്തിന് പൊന്നാനി നഗരസഭ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പുറത്തിറങ്ങാൻ കഴിയാതെ നാട്ടിലാകെ തെരുവ് നായ്ക്കൾ ഇറങ്ങി നടക്കും നേരത്തെ പൊന്നാനി നഗരസഭാ പ്രദേശത്തെ തെരുവുവീഥികൾ തെരുവുനായ്ക്കൾ കൈയടക്കി പൊതുജനത്തിനും വിദ്യാർത്ഥികൾക്കും ഇരുചക്ര വാഹനയാത്രക്കാർക്കും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം നടപ്പിൽ വരുത്തേണ്ട അപകടകാരികളായ തെരുവുനായ്ക്കളെ ദയാവധം ചെയ്യുന്നതിനും മറ്റുള്ളവയെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ AB സെന്റർ തുടങ്ങുന്നതിന് യാതൊരു ഇടപെടലും നടത്താത്ത ഇടതുപക്ഷ നഗരസഭാ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധം പൊന്നാനി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ മുസ്ലിം ലീഗ് പൊന്നാനി മണ്ഡലം സെക്രട്ടറി യു മുനീബ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് ഇല്യാസ് മൂസ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞുമുഹമ്മദ് കടവനാട് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി റാഷിദ് നാലകത്ത്, അൻസാർ പുഴമ്പ്രം എന്നിവർ സംസാരിച്ചു. MP നിസാർ, UK അമാനുള്ള, ആനക്കാരൻ ഖാദർ, CP ഷിയാബ്, ജമാൽ, മിഥിലാജ് തയ്യിൽ, ഷൈൻ ബാബു, ഷബീർ മരക്കടവ്, K അനസ്, അഫ്സൽ CM, അസ്ലം മാനപ്പടി, ജാബിർ, കൗൺസിലർ സൗദാബി നാലകത്ത്, ഹാരിസ് പള്ളിപ്പടി, മഹ്റൂഫ്, ബദറു, SK ഷഫീഖ്, റാസിക, ബാദുഷ, സമദ്, സാദിഖ്, സുഹേൽ എന്നിവർ നേതൃത്വം നൽകി. തെരുവുനായുമായി ബന്ധപ്പെട്ട പൊന്നാനിയിലെ 100% ആളുകളെ ബാധിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരുവുനായുമായി ബന്ധപ്പെട്ട വിഷയം പ്രത്യേകമായി പറഞ്ഞ് ആരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല എന്ന് മാത്രമല്ല, പൊന്നാനി നഗരസഭയിലും കേരളത്തിലെ മറ്റു പല ഭാഗങ്ങളിലും വളരെ അടിയന്തരമായി ഇടപെടേണ്ട വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് തെരുവുനായ പ്രശ്നം. ഇവിടെ പ്രതിഷേധത്തിന് തികച്ചും ആധാരമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, പൊന്നാനിയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, കുട്ടികൾക്ക് മാത്രമല്ല, സ്ത്രീകൾക്ക് മാത്രമല്ല, വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പോലും മര്യാദക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത വളരെ ഗുരുതരമായ ഭയാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പൊന്നാനിയിൽ നിലവിലുള്ളത്. ഒരു ദിവസം പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ നായ കടിക്കുകയും മാന്തുകയും ചെയ്ത് വാക്സിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്ന 100 കണക്കിന് ആളുകളാണ് ഈ വാക്സിന് വേണ്ടി പൊന്നാനി ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ വരുന്നത്. അതിലൂടെ നമുക്ക് ഈ പ്രശ്നം എത്രമാത്രം ഗുരുതരമാണ് എന്ന് വളരെ വ്യക്തമാണ്. സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കും വയോജനങ്ങൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ഭയാനകമായ ഒരു അവസ്ഥയിലാണ് പൊന്നാനി നഗരസഭയിലെ തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ്. ഇതിനെതിരെയാണ് ഇന്ന് പൊന്നാനി മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.